ഈ പ്രാവശ്യത്തെ ഫ്ലോട്ടിന് വിജയുടെ ഫിഗർ ഉണ്ടെങ്കിൽ എന്നെ കൈയടി ആയിരിക്കും അല്ലേ? നമ്മുടെ ലിയോ സൂപ്പർ ആയിരിക്കും. രജനീകാന്തിന്റെ സൂപ്പർ എടാ ആ ദുര്യോധനന്റെ തലയെടുത്ത് വെച്ചാ തുടങ്ങി വെക്കാവേ. എടാ ബാലിയുടെ തലയെടുത്ത് വെച്ചാ വെക്കാവേ. എന്നെ ആണോ എടുത്തു? ഭീഷ്മരുടെ തലയെടുത്ത് അവിടെ പോയി വെച്ചേ വെച്ചേ. കൊള്ളാം. ഇവിടെ തലയെടുത്ത് അതിന്റെ പുറത്ത് വെക്കാനല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ തലയെടുത്ത് ചെസ് കളിക്കാണ് ഇവിടെ ഇരുന്ന്. 7 തല വെച്ചിട്ടുണ്ട്. എത്ര തലയുണ്ട് മൊത്തം? 7 തല. മെയിൻ തല എന്തേ? മീൻ തല നമ്മൾ ചട്ടിക്കകത്തുണ്ട് വൈകിട്ട് ടച്ചിങ്സ് അടിക്കാൻ വേണ്ടി. എടാ അതല്ല ഇതിന്റെ മെയിൻ തല വെക്കണ്ടേ? വെക്കാലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 10-ാം തീയതി ഉത്സവത്തിന് ഫ്ലോട്ട് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ ഇങ്ങനെ ഉത്തരവാദിത്തമല്ലാതെ പണി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ പാട്ടിന് പോകും. നിങ്ങൾ പാട്ടിന് പോകുന്നുണ്ടോ? എന്നാ ഞാൻ ഡാൻസിനും പോകും. എന്നാ ഞാൻ വല്ല കഥകളിക്കാരുടെയും കൂടെ പോകും. ഞാൻ മെമിസ്ഫറിന് പോകും. അങ്ങനെയാണ് ഞാൻ നാടൻ പാട്ടിന് പോകും. ഒരുത്തന്റെ ഞാൻ അതാണോ പറഞ്ഞത്? എടാ നമ്മൾ ഉത്തരവാദിത്തപരമായിട്ട് ഫ്ലോട്ട് കൊടുത്തില്ലെങ്കിൽ എന്നെ കമ്മിറ്റിക്കാർ തല്ലും. എനിക്ക് പിന്നെ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞാനും എന്തേറ്റെടുക്കുന്ന കാര്യം? ഈ ഫ്ലോട്ടിനെ ഉപേക്ഷിച്ച് പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എനിക്കെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം. എനിക്ക് ഒന്നാമത് മനസമാധാനം എന്ന് പറയുന്ന സാധനം ഇല്ല ഇവിടെ. അതെ, ഞാൻ എന്തായാലും ഈ പ്രാവശ്യം രാവണന്റെ പ്ലോട്ട് വെക്കുകയില്ല. നാട്ടുകാരുടെ തല്ലി മേടിക്കാൻ എനിക്ക് പറ്റിയല്ല. രാവണന് എത്ര തലയുണ്ട്? 10. ഇവിടെ 9 തലയേ ഉള്ളൂ. ഇത് പറഞ്ഞ് വഴക്ക് വരെ ഉണ്ടാക്കി ആശാനെ. ഞാൻ കാര്യം ചോദിക്കട്ടെ. ഈ രാവണന്റെ ഇത് ആരാ ഫ്ലോട്ട് കെട്ടണം? നീയല്ലേ? ഞാനല്ലേ? ആണല്ലോ. അതെ. ഇവിടെ 9 തലയുണ്ട്. 9 തലയുണ്ട്. നിന്റെ ഈ 8 തലയും കൂടെ ആകുമ്പോ എത്ര തലയത്? 10 അല്ലേ? അപ്പൊ തീർന്നില്ല പ്രശ്നം. അത് ശരിയായിരുന്നല്ലോ. ഇനി എന്തിനാ വഴക്കിടണം നിങ്ങൾ? പറയണമെന്ന് എന്നോട് കണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്താ പ്രശ്നം എന്താ അത് പറ. ഇപ്രാവശ്യത്തെ നമ്മുടെ പ്ലോട്ട് ഇറങ്ങുമ്പോ ഈ നാട്ടുകാർ മുഴുവൻ ഞെട്ടിത്തരിക്കണം. എടാ നമ്മൾ ഈ 100 അടിയുള്ള ഫ്ലോട്ടൊക്കെ അല്ലേ കൊണ്ടുപോകണം. എന്തായാലും നമ്മൾ ധരിക്കൂലോ. ജെട്ടി ജെട്ടിത്തരിക്കണോ? അത് ഞാനായിട്ട് നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മതി. വല്ലാത്തൊരു കഷ്ടം തന്നെ. എന്താടി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്രാവശ്യമെങ്കിലും ഉത്സവം കഴിയുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവൂ? പിന്നെ എന്തായാലും നമുക്ക് മാറ്റം ഉണ്ടാവും. ഉത്സവ സീസൺ പൈസയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോ നമ്മുടെ വീട് മാറും, നമ്മുടെ കാറ് മാറും, നമ്മുടെ വേലക്കാരിയെ മാറും, നിന്നെ മാറും. എന്നാ ഞാൻ നിങ്ങളെ മാറ്റും. അല്ല അതല്ല, ഇവരെയൊക്കെ മാറ്റും. ഞങ്ങൾ മാറ്റല്ലേ. ഒരു കാര്യം ഈ കൺഫ്യൂഷൻ അടിച്ച് വർക്ക് ചെയ്യണം. നിങ്ങൾ സാധനം വർക്ക് ചെയ്ത് ഇന്ന് 10 മണിക്ക് ഫ്ലോട്ട് കൊടുക്കണ്ട. ഫ്ലൂട്ടിന്റെ ആളല്ലേ? അത് പുള്ളിയാ. ഇയാളാണ് ഫ്രീ ടൈമില് ഗാനമേളക്ക് ഫ്ലൂട്ട് വായിക്കുന്നത്. ഞങ്ങൾ തെക്കേ ചെരുവാര അമ്പലത്തിൽ നിന്ന് വരികയാണ്. ഞങ്ങളാണ് ഇപ്രാവശ്യം ഉത്സവം നടത്തുന്നത്. 15 വർഷമായിട്ട് നിങ്ങളുടെ ഫ്ലോട്ട് അവിടെ വരുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം. ഭയങ്കര ആവർത്തന വിരസതയാണ്. ഇപ്രാവശ്യം നമുക്ക് ആ പഴയ ഫ്ലോട്ടുകൾ ഒന്നും വേണ്ട. നല്ല പുതുപുത്തൻ ഫ്ലോട്ടുകൾ കൊണ്ടുവന്ന് അമ്പലത്തിൽ ഒന്ന് ഞെട്ടിക്കണം. അപ്പൊ ആ ഫ്ലോട്ട് ഒന്ന് കാണാനോ ഒന്ന് ബുക്ക് ചെയ്യാനോട്ടൊക്കെ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അത് കുഴപ്പമില്ല. നമ്മൾ എല്ലാ ഫ്ലോട്ടും ഞങ്ങൾ നല്ല അഭിപ്രായം. ഡിഫറന്റ് ആയിരിക്കണം. ഈ ഫ്ലോട്ട് അവിടുന്ന് വരുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളുടെ ഈ ഡെമോ ഒന്ന് കാണണം. എനിക്ക് നിങ്ങളുടെ ഡെമോ ഒന്ന് കാണണം. മറ്റൊന്നും അല്ല, മറ്റൊന്നും തോന്നില്ലെങ്കിൽ ഈ ഡെമോയുടെ കവർ കഴുകിയിട്ടുണ്ട്. അത് മതിയോ? നിങ്ങൾ എന്നെ ഉദ്ദേശിച്ചതാ? അല്ല, ഞങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഇവിടെ ഫ്ലോട്ട് വരുമല്ലോ അമ്പലത്തില്. അത് ആവർത്തന വിരസത ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ഫ്ലോട്ട് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാണണം. അതിനുള്ള അഡ്വാൻസ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഫ്ലോട്ട് കാണിക്കണമെന്നാണ്. അത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലോട്ട് ഉണ്ട്. അത് നമുക്ക് കാണിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് അംഗീകരിച്ചാലും മതി. എന്താണ് നിങ്ങളുടെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ? നമ്മുടെ കീചകവധം ഉണ്ട്. നല്ല അടിപൊളി സാധനം. കീചകവധം റേറ്റ് കൂടുവെങ്കിൽ 2 ലക്ഷം രൂപ വേണം. കുറച്ചും കൂടെ ഒന്ന് താത്താൻ പറ്റില്ല. 5 പൈസ കുറയ്ക്കാൻ പറ്റത്തില്ല. എന്നാ കാര്യം അറിയോ? ഈ 10-25 ഫ്ലോട്ട് ഞങ്ങൾ അമ്പലത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഒരു ഫ്ലോട്ടിന് 50,000 രൂപ വെച്ചാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ റേറ്റ് നിൽക്കുന്ന ഫ്ലോട്ട് പോയി നടക്കും തോന്നുന്നില്ല.
ആവശ്യമില്ലാത്ത റേറ്റ് പറഞ്ഞ് വെറുതെ അത് ഇല്ലാതാക്കരുത്. ആണോ? ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ ഈ കീചകവധത്തിന് എന്തായാലും ഒരു 2 ലക്ഷം രൂപ വേണമല്ലോ. ഇപ്പൊ ഈ 50,000 രൂപ ഉള്ളെന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, വധിക്കുന്നില്ല, ഒന്ന് ഭീഷണിപ്പെടുത്തി വിടാം. ഇതേനെ പേടിപ്പിച്ചുവിടാം. മതി. പക്ഷെ അമ്പല പരിസരത്ത് കാണരുത്. ഇല്ലില്ല, അവൻ പേടിപ്പിക്കൊണ്ട് എനിക്ക് കേസ് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾക്ക് ഈ ദുര്യോധനവധം ഒന്ന് കാണാനായിട്ടുള്ള ഫ്ലോട്ട് കാണിച്ചു കൊടുത്ത് നമ്മൾ എന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അഡ്വാൻസ് വാങ്ങിച്ചെടുക്കണം, മനസ്സിലായോ? ദുര്യോധന മതം കാണിച്ചു, ആ ദുര്യോധന ഒന്ന് കാണിച്ചു കൊടുത്തു. മാറി ഡെമോ കാണിച്ചു കൊടുക്കും. മേഡം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി ഫോട്ടോ എടുത്ത് അവിടെ കൊണ്ട് കാണിക്കാം. ജസ്റ്റ് ഒന്ന് മാറി നമ്മളെ തുടങ്ങടാ. പതുക്കെ കൂട്ടടാ പാട്ടി. ഞാൻ പറഞ്ഞു പതുക്കെ കൂട്ടടാ പാട്ടി. 150 ഇന്നലത്തെ ഡ്രൈവർ തന്നിട്ടില്ല. അത് എന്നാന്നറിയാമോ? ഈ ദുര്യോധനെ വധിക്കുമ്പം ഇവന് കലി കയറും. അത് പകയോടുകൂടി ചെയ്യുന്ന അതാണ് കാണിച്ചത്. 2 പദവിപ്പോഴല്ലോ. അതെ, നടന്നേനെ. നീയാണ് അയ്യോ വെക്കേണ്ടത്. അങ്ങനെ അല്ലെന്ന് ഒന്നുമില്ല, ഇവരിങ്ങനെ ഇടയ്ക്ക് എങ്ങനെ കാണിക്കുന്നു. നമുക്ക് വേണ്ട എന്നാ ഞാൻ തന്നെ അറിയാമോ? പക്ഷേ ഞങ്ങളാണല്ലോ ഈ ഉത്സവം നടത്തുന്നത്. അപ്പൊ ഉത്സവം നടത്തുമ്പോ ഞങ്ങള് 2 പേരുടെ ഒരു ഫ്ലോട്ട് ഞങ്ങളുടെ കറക്റ്റ് ഷേപ്പില് ആ ഫ്ലോട്ടിൽ എന്നിട്ട് എല്ലാവർക്കും ഒരു 500 രൂപ വെച്ച് ഉത്സവം കാണാൻ വരുന്നവർക്ക് ഒരു 500 രൂപ വിതരണം ചെയ്യാണ്. തെക്കേടുത്ത തങ്കപ്പൻ നായർ 500 രൂപ എന്ന് പറയുമ്പോൾ വടക്കേടുത്ത് സൗദാമിനി 500 രൂപ. അങ്ങനെ ഞങ്ങളുടെ ഫ്ലോട്ട് ബൂസ്റ്റപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഗമ കാണിക്കാം. അതെ അതെ അല്ല, അത് ചെയ്യാം. ഇവർക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസർമാരല്ലേ അവര്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ആ മറ്റേ ഫ്ലോട്ട് നീ മഠത്തിന്റെ പേരെന്താണ്? വടക്കേടുത്ത് സൗദാമിനി, തെക്കേടുത്ത് തങ്കപ്പൻ നായർ 500 രൂപ വെച്ച് നാട്ടുകാർക്ക് വിതരണം ചെയ്യുന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ ഫ്ലോട്ട്. ഫ്ലോട്ട് കാണിക്കും, സൈഡിൽ ഇരിക്കില്ലേ? മറ്റതൊക്കെ നമ്മൾ കണ്ടുപിടുത്തല്ലേ ഇതിന്റെ വെറൈറ്റി. പേര് എടുത്തു പറയണേ. വടക്കേടുത്ത് സൗദാമിനി, തെക്കേടുത്ത് തങ്കപ്പൻ നായർ. മതിയുടെ മാറാ തുടങ്ങിക്കോ. തെക്കേടുത്ത് തങ്കപ്പൻ 500 രൂപ, വടക്കേടുത്ത് സൗദാമിനി 1000 രൂപ, തെക്കേടുത്ത് തങ്കപ്പൻ 2000 രൂപ. വടക്കേടുത്ത് സൗദാമിനി 3000 രൂപ. നീ വെറുതെ കേറ്റി വെക്കരുതേ. ഞാൻ കേറ്റി വെക്കും. കേറ്റി വെക്കാൻ നിന്റെ അച്ഛൻ കണ്ടതാണോ? ഇതെല്ലാം കൊടുക്കും. അയ്യോ തുടങ്ങി. എടാ വിടറാ. അത് എന്നാന്നറിയാമോ? നിങ്ങൾ തമ്മിൽ വീട്ടിലിടയ്ക്ക് ചണ്ട കൂടാറുണ്ടോ? അതാണ് ഒറിജിനാലിറ്റി കാണിക്കും ഇവര്. ഒറിജിനാലിറ്റി കാണിക്കണം. വേറെ കാര്യമുണ്ട് ആശാനെ, ഈ വടക്കേടുത്ത് സൗദാമിനി എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് കൊച്ചാക്കിയില്ലേ? ഇല്ല അത് അത് കുഴപ്പമൊന്നുമില്ല, കുടുംബം നോക്കും ഞാനല്ലേ. അത് തന്നെ. ഞങ്ങൾക്ക് പൈസ പെറുക്കെടുക്ക്. വേറെ എന്താണ് വെറൈറ്റി ഉള്ളത്? ഇതിപ്പോ ഓക്കെയാണ്, ഓക്കെയാണ്. ഇതിപ്പം വേറെ വെറൈറ്റി എന്ന് വെച്ചാൽ എടാ ഇങ്ങ് വന്നടാ. ഈ സംഭവം അല്ലല്ല നിർത്ത്. ഈ സംഭവം പുള്ളി വെറൈറ്റി കാണിക്കാനാ പറയണം. എന്ത് വെറൈറ്റി? ഒരു വെറൈറ്റി ഇല്ല. ഇത്ര കാണിച്ചാ ഞങ്ങൾക്കൊന്നും ഇല്ല. അയ്യോ ഫുള്ള് ഉത്സവം ഞങ്ങളല്ലേ നടത്തുന്നത്. ഫുള്ളുണ്ടോ? ഫുള്ള് ഉത്സവം, മുഴുവൻ ഉത്സവം നടത്താൻ അവരാണ്. നിർത്ത്. അപ്പൊ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാണിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, പണി നിർത്തി വീട്ടിൽ പോക്കോളാം. അതെ സാറേ, അത് ഇപ്പം വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഒരു പുതിയ ഫ്ലോട്ടാണ്. അതിപ്പോ ആരും ഇറക്കിയിട്ടില്ല. നമുക്ക് അതാ വേണ്ടത്. അതെ, ഞങ്ങൾ ഇറക്കാൻ പോയാണ്. ഭീമന്റെ ഭാവം, പുരാണത്തിലെ ഭീമന്റെ പല ഭാവങ്ങളാണ് ഞങ്ങൾ കാണിക്കുന്നത്. റെഡിയാണോ മക്കളെ? ചെറുപ്പക്കാര് പിള്ളേർ ഇളകണം, അതാണ് നമ്മുടെ ചെറുപ്പക്കാര് പിള്ളേർ ഇളകി മറിയും. റെഡിയാണോ?
റെഡിയാണോ? റെഡി സാർ. ഒന്ന് വിളിക്കാവരെ റെഡിയാക്ക്. റെഡി 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 റെഡി. ആ ഭീമന്റെ ഭാവം എന്തെല്ലാം പരിപാടികൾ കാണിച്ചാലാണ് അല്ലേ 50,000 രൂപ അഡ്വാൻസ് വരുന്നത്. അപ്പൊ റെഡിയല്ലേ? ഇവിടെ ഇരിക്കടാ, നീ ഇവിടെ ഇരിക്കടാ. ഭൂമനെ റെഡി സ്റ്റാർട്ട്. അതായത് കേരളത്തിന്റെ വികസനം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. പിന്നെ കേരളീയം അത് ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. അത് വളരെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ ചിലർക്കൊക്കെ പാർലമെന്റ് ഇലക്ഷനിൽ സീറ്റ് കിട്ടും എന്നൊരു വിചാരമുണ്ട്. പക്ഷെ അത് കിട്ടില്ല. കണക്ക് പുറത്ത്. ഇതാണ് ഈ ഭീമന്റെ അഹംഭാവം. മൊത്തത്തിൽ ഞങ്ങൾക്ക് കണ്ടപ്പോ കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങൾ ഭയങ്കര ഊടായിപ്പോയെന്ന് മനസ്സിലായി. നിങ്ങളുടെ ഒരു കാര്യവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ ആകെപ്പാടെ ഇഷ്ടപ്പെട്ട ഒരു ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ആ തെക്കേടത്ത് തങ്കപ്പ നായരും വടക്കേടത്ത് സൗദാമിനിയുള്ള അത് ഇഷ്ടപ്പെട്ടല്ലോ. ഏതായാലും ഞങ്ങളുടെ വെറൈറ്റി സാധനങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ആ സാധനം തന്നെ ഫസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾ ചെയ്യണ്ട. ഞങ്ങളുണ്ടല്ലോ. ഞങ്ങളൊരു ലോറിയുടെ പൊക്കത്ത് കയറി ഇരുന്നിട്ട് ഞങ്ങൾ ഇതിന്റെ ഒറിജിനലായിട്ട് കാശ് കൊടുത്തിട്ടോ. അപ്പൊ ആൾക്കാർ ഞങ്ങൾ കൊടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ അല്ല, വേറെ കാര്യമുണ്ട്. ഇത് കുറെ നാളത്തെ പരിശ്രമ ഫലമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്ത് നടക്കൂല. ഞങ്ങൾ നടത്തിച്ചോളാം. എന്റെ സഹോദരൻ ഇതിന് ഒരു പരിശ്രമവും ഞങ്ങളിപ്പോ കണ്ടുപിടിച്ചില്ലേ. ഇന്ന കാശ് പിടിച്ച സൗദാമിനി പൈസ പിടിച്ചേ നിന്നേ. ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ തന്നെ ചെയ്യോ? ഞങ്ങൾ തന്നെ ചെയ്തു. വടക്കേടത്ത് തങ്കപ്പൻ നായർ 500 രൂപ. വടക്കേടത്ത് സൗദാമിനി 500 രൂപ. കിഴക്കേടത്ത് തങ്കപ്പൻ നായർ 500 രൂപ. കിഴക്കേടത്ത് സൗദാമിനി 500 രൂപ. വടക്കേടത്ത് തങ്കപ്പൻ നായർ 1000 രൂപ. ആശാനെ നമ്മൾ ഇനി എന്നാ ചെയ്യും? എടാ നമുക്ക് പൈസയല്ലേ വേണ്ടത്. ദേ കിടക്കണ വാരി എടുത്തോ.